Aryl Halides ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. Aryl Halides are compounds containing a halogen attached directly to an aromatic ring. They differ much from the alkyl halides in their preparation and properties. Okay, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഓഫ് Aryl Halides ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതിൽ 3 ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ്. ഫ്രം അരീൻസ് ബൈ ഡയറക്റ്റ് ഹാലോജനേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഹാലോജനേഷൻ. രണ്ടാമത്തത് ഫ്രം ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ത്രൂ ഡയാസോട്ടൈസേഷൻ. മൂന്നാമത്തത് ബൈ ഹൺസ്റ്റിക്കർ റിയാക്ഷൻ. അതിൽ ആദ്യത്തെ പ്രിപ്പറേഷനാണ് നോക്കുന്നത്. ആദ്യത്തേത് ഫ്രം അരീൻസ് ബൈ ഡയറക്റ്റ് ഹാലോജനേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഹാലോജനേഷൻ. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ ഹരീൻസ് റിയാക്ട് വിത്ത് ക്ലോറിൻ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ റിയാക്ട് വിത്ത് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ അവൻ ഹീറ്റഡ് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ്, അത് കോമൺലി നോൺ ആസ് ഹാലോജ് കാരിയർ, ടു yield the corresponding haloarine. Chlorination and bromination, the Lewis acid FeCl3 and FeBr3 respectively may be generated in the reaction mixture by adding ion fillings to it. ഇതിൻ്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെൻസീന് Cl2 ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യണം. ക്ലോറോ ബെൻസീനാവും HCl-ഉം അത് പുറത്തിടും. അതുപോലെ ബെൻസീനും ബ്രോമിനായിട്ട് FeBr3ൻ്റെ പ്രസൻസിൽ, മറ്റേത് FeCl3ൻ്റെ പ്രസൻസിൽ ബ്രോമോ ബെൻസീനും HBrഉം ആണ് പ്രൊഡക്റ്റായി വരുന്നത്. പിന്നെ ടൊളുവിന് റൂം ടെമ്പറേച്ചറിൽ FeCl3ൻ്റെയും ക്ലോറിൻ്റെയും പ്രസൻസിൽ പ്രൊഡക്ട്സ് വരുന്നത് O ക്ലോറോ ടൊളുവിനും P ക്ലോറോ ടൊളുവിനുമാണ് പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, റിയാക്ഷൻ ഓഫ് iodine with arenes is very slow and reversible. So the reaction has to be carried out in the presence of an oxidizing agent like iodic acid or nitric acid to bring out the oxidative destruction of HI. അതായത് ഈ അരൈൻ ആയിട്ടുള്ള അയോഡിൻ്റെ റിയാക്ഷൻ വെരി സ്ലോ ആൻഡ് റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ HIയുടെ ഒരു ഓക്സിഡേറ്റീവ് ഡിസ്ട്രക്ഷൻ അത് ബ്രിങ് ഔട്ട് പുറന്തള്ളാൻ അല്ലെങ്കിൽ അത് ബ്രിങ് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അയോഡിക് ആസിഡ് ഓർ നൈട്രിക് ആസിഡ് പോലെയുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ റിയാക്ഷൻ നടത്താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോറിൻ ബ്രോമിൻ്റെ നേരത്തെ കഴിഞ്ഞു. അടുത്തത് അയഡിനാണ്. അപ്പോൾ അയഡിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റിയാക്ഷനിൽ. ബെൻസീൻ പ്ലസ് അയഡിൻ HiO3ൻ്റെ പ്രസൻസിൽ എന്താവും, അയഡോ ബെൻസീനാവും. അടുത്തത് ഇവിടെ പറയുന്നത് Fluorination is not an easily controllable reaction. So fluoroarenes are not generally prepared by direct fluorination. Okay. ഫ്ലോറിന് ബ്രോമിന് അയഡിന്, പക്ഷേ ഫ്ലോറിൻ അതുകൊണ്ട് ചെയ്യുന്നില്ല. അത് മോസ്റ്റ്ലി റിയാക്റ്റബിൾ ആയതുകൊണ്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രിപ്പറേഷനാണ് പറയുന്നത്. ഫ്രം ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ത്രൂ ഡയാസോട്ടൈസേഷൻ. അത് നോക്കാം. ആരോമാറ്റിക് പ്രൈമറി അമീൻസ് when treated with sodium nitride and HCl at a low temperature yield the corresponding diazonium chlorides. This reaction is known as diazotization. അതായത് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് സോഡിയം നൈട്രൈഡും HCl-ഉം ഉപയോഗിച്ച് ലോ ടെമ്പറേച്ചറിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയാസോണിയം ക്ലോറൈഡ്സ് ലഭിക്കുന്നതാണ് പറയുന്നത്. ഈ റിയാക്ഷനാണ് ഡയാസോട്ടൈസേഷൻ. അതിൻ്റെ ഒരു ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. ആരോമാറ്റിക് 1 അമീൻ, അത് NH2 പ്ലസ് HNO2 പ്ലസ് HCl, അത് NaNO2 HCl 0 ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അരിൻ ഡയാസോണിയം ക്ലോറൈഡ് ArN2 പ്ലസ് ACl മൈനസ് പ്ലസ് വാട്ടർ ആണ് ലഭിക്കുന്നത്. എക്സാമ്പിൾ അനിലിൻ പ്ലസ് HNO3 പ്ലസ് HCl, അത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് വാട്ടറാണ് ലഭിക്കുക. Diazonium chloride thus obtained can be converted into the corresponding chloro and bromo derivatives of the arene by heating with cuprous chloride in HCl and cuprous bromide in HBr respectively. അതായത് ഇങ്ങനെ ലഭിക്കുന്ന ഈ ഡയാസോണിയം ക്ലോറൈഡ് HCl-ൽ കുപ്രസ് ക്ലോറൈഡും HBr-ൽ കുപ്രസ് ബ്രോമൈഡും ഉപയോഗിച്ച് ചൂടാക്കി അരീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോറോ ആൻഡ് ബ്രോമോ
ഡെറിവേറ്റീവ്സ് ആക്കി മാറ്റാം. This reaction is referred to as Sandmeyer's reaction. Okay. The same conversions can be carried out by heating the diazonium chloride with the copper powder or HCl and copper powder HBr respectively. അതായത് കോപ്പർ പൗഡർ HClഉം കോപ്പർ പൗഡർ HBr ഉപയോഗിച്ച് ഡയാസോണിയം ക്ലോറൈഡ് ചൂടാക്കി ഈ സെയിം കൺവേർഷൻസ് നടത്താൻ പറ്റും. ആ റിയാക്ഷനാണ് എന്ത് ഗാറ്റർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Treatment of the diazonium chloride with Ki yields the iodide derivative of the arine. അതായത് ഡയാസോണിയം ക്ലോറൈഡ് Ki ഉപയോഗിച്ചുള്ള റിയാക്ഷനിൽ അരീൻ്റെ അയോഡോ ഡെറിവേറ്റീവ് ആണ് നൽകുന്നത്. The fluoro derivative of the arine can be prepared by the treating the diazonium chloride solution with fluoroboric acid HbF4. അത് ഫ്ലൂറോബോറിക് ആസിഡ് എന്നും പറയുന്നുണ്ട്. ഫ്ലൂറോബോറിക് ആസിഡ് ടു precipitate the diazonium fluoroborate and then heating the dried precipitate. Thus iodo and fluoro derivatives of arenes which cannot be conveniently prepared by direct halogenation can be prepared by this method. ഡയാസോണിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഫ്ലൂറോബോറിക് ആസിഡിനൊപ്പം ട്രീറ്റ് ചെയ്ത് ഡയാസോണിയം ഫ്ലൂറോബോറേറ്റിൻ്റെ പ്രേരിപ്പിക്കുകയും പിന്നീട് ഡ്രൈഡ് പ്രസിപ്പിറ്റേറ്റ് ചൂടാക്കുകയും ചെയ്യുന്നതിലൂടെ അരീനിൻ്റെ ഫ്ലൂറോ ഡെറിവേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. Thus iodo and fluoro derivatives of arenes which cannot be conveniently prepared by direct halogenation. അവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അരീൻ ഡയാസോണിയം ക്ലോറൈഡ് CuCl HClൻ്റെ അതിൽ പ്രവർത്തിച്ചിട്ട് ക്ലോറോ അരീൻ ഉണ്ടാവും. അതേപോലെ തന്നെ CuBr HBrൽ പ്രവർത്തിച്ച് ബ്രോമോ അരീൻ ഉണ്ടാവും. KIയിൽ അയോഡോ അരീനും HbF4ൽ അരീൻ ഡയാസോണിയം ഫ്ലൂറോ ബോറേറ്റും അവിടെ നിന്ന് വീണ്ടും പ്രവർത്തിച്ച് കുറച്ചുകൂടെ ചൂടാക്കുമ്പോൾ ഫ്ലൂറോ അരീനും ഉണ്ടാവും. അതാണ് ഇവിടെ റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. അടുത്തത് ബൈ ഹൺസ്ഡിക്കർ റിയാക്ഷൻ. When the silver salt of an aromatic carboxylic acid is heated with Br2 bromine in tetrachlorocarbon, it undergoes bromination and decarboxylation to yield the corresponding aryl bromide. അപ്പോൾ ടെട്രാക്ലോറോ കാർബണിൽ ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡിനെ ചൂടാക്കുമ്പോൾ അത് ബ്രോമിനേഷനും കാർബോക്സിലേഷനും വിധേയമായിട്ട് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരൽ ബ്രോമൈഡിനെ തരും. അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. Since the product obtained has one carbon atom less than the original silver salt of the acid, this is a commonly used method for what is known as descending the series in എന്താണ് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി. അതായത് നമുക്ക് ഈ ലഭിച്ച പ്രോഡക്റ്റിന് ആസിഡിൻ്റെ ഒറിജിനൽ സിൽവർ സോൾട്ടിനേക്കാൾ ഒരു ആറ്റം കുറവായതുകൊണ്ട് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്താണ് ഇതിനെ ഡിസെൻഡിങ് ദ സീരീസ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് റിയാക്ഷൻസ് ഓഫ് അറൈൽ ഹാലൈഡ്സ് ആണ്. ഇതിൽ ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ SN റിയാക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. Aryl halides are extremely less reactive towards nucleophilic substitution than alkyl halides. In other words, normal aryl halides are inert to the nucleophilic reagents that react with the alkyl halides under the usual conditions. അതായത് സാധാരണ ഈ യൂഷ്വൽ കണ്ടീഷൻസിൽ ആൽക്കൈൽ ഹാലൈഡ്സ് ആയി പ്രവർത്തിക്കുന്ന ന്യൂക്ലിയോഫിലിക് റിയാക്ടറുകൾക്ക് സാധാരണ അറൈൽ ഹാലൈഡ്സ് എന്താണ് നിഷ്ക്രിയമാണ്. They however can be made to undergo nucleophilic substitution under drastic conditions. എന്താണ് ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ അവ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് വിധേയമാകാം. Further, if aromatic ring contains electron withdrawing groups like NO2 or CN located ortho or para to halogen, such aryl halides undergo nucleophilic substitution rarely. Reasons for the low reactivity of aryl halides towards nucleophilic substitution are പറയുന്നത്. The lower reactivity of aryl halides towards nucleophilic substitution
can be explained as follows. The arguments are illustrated below, taking chlorobenzene as the example. ഒന്നാമതാണ് resonance effect. Chlorobenzene can be considered to be the resonance hybrid of the resonance structures shown in figure. ഇവിടെ അത് കാണുന്നുണ്ട്. It can be seen that resonance provides some double bond character to the carbon chlorine bond of chlorobenzene. ക്ലോറോബെൻസീൻ്റെ കാർബൺ ക്ലോറിൻ ബോണ്ടിന് റെസൊണൻസ് ആയി ചില ഡബിൾ ബോണ്ട് സ്വഭാവം നൽകുന്നതായിട്ട് കാണാൻ കഴിയും. ദിസ് ബോണ്ട് ഈസ് ദസ് സ്ട്രോങ്ങർ ദാൻ carbon chlorine single bond of an alkyl chloride and hence cannot be broken as easily as that in an alkyl chloride or approach of a nucleophile like minus OH or minus OCH3 or minus Cl. അതായത് ഈ ബോണ്ട് ഒരു ആൽക്കൈൽ ക്ലോറൈഡിന് കാർബൺ ക്ലോറിൻ സിംഗിൾ ബോണ്ടിനേക്കാൾ സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് -OH -OCH3 ആൻഡ് -Cl പോലുള്ള ന്യൂക്ലിയോഫൈലിൻ്റെ അപ്രോച്ചിൽ ഒരു ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നത് പോലെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. This greater strength of the carbon halogen bond makes an aryl halide relatively inert towards nucleophilic substitution under ordinary conditions. അതായത് കാർബണിൻ്റെ ഈ ഒരു വലിയ ശക്തി ഹാലോജൻ്റെ ബോണ്ട് സാധാരണ അവസ്ഥയിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു അരൈൽ ഹാലൈഡിന് റിലേറ്റീവ്ലി ഇത് അത്തരം റിയാക്ഷന് കൂടുതൽ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് ഒക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ എഫക്റ്റ്. ദ ഹാലോജൻ ബിയറിംഗ് കാർബൺ ഇൻ ആൻ അരൈൽ ഹാലൈഡ് ARX is sp2 hybridized, while that in an alkyl halide RX is sp3 hybridized. അതായത് അരൈൽ ഹാലൈഡിലെ ARX ഹാലോജൻ ബിയറിംഗ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ RX sp3 hybridized ആകും. The smaller size of the sp2 orbital as compared to the sp3 orbital makes the CX bond shorter and stronger than that in an alkyl halide. sp3 ഓർബിറ്റലിനെ അപേക്ഷിച്ച് sp2 ഓർബിറ്റലിൻ്റെ ചെറിയ വലുപ്പം CX ബോണ്ടിനെ ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ ഷോർട്ടറും സ്ട്രോങ്ങറും ആക്കുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ദ CCl ബോണ്ട് കാർബൺ ക്ലോറിൻ ബോണ്ട് bond length in chlorobenzene is 1.69 Armstrong, whereas that in ethyl chloride is 1.8 Armstrong. Further, sp2 hybridized carbon is more electronegative than sp3 hybridized carbon. ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവാണ്. ഹെൻസ് ദ CX ബോണ്ട് ഇൻ ആൻ അരൈൽ ഹാലൈഡ് ഈസ് ലെസ് പോളാർ ദാൻ ദാറ്റ് ഓഫ് ആൻ ആൽക്കൈൽ ഹാലൈഡ്. അതുകൊണ്ട് അരൈൽ ഹാലൈഡിലെ CX ബോണ്ടിന് ആൽക്കൈൽ ഹാലൈഡിനേക്കാളും ലെസ് പോളാർ ആണെന്നാണ് പറയുന്നത്. ദ കാർബൺ ദസ് ഹാസ് എ സ്ട്രോങ്ങർ ഹോൾഡ് ഓൺ ദ ബോണ്ടിങ് ഇലക്ട്രോൺസ് in an aryl halide than it has in an alkyl halide. അങ്ങനെ കാർബണിന് അരൈൽ ഹാലൈഡിലെ ബോണ്ടിങ് ഇലക്ട്രോണുകളിൽ ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ ഉള്ളതിനേക്കാൾ സ്ട്രോങ്ങർ ഹോൾഡ് ഉണ്ട്. ഹെൻസ് എ ന്യൂക്ലിയോഫൈൽ ലൈക്ക് -OH or -OCH3 or -Cn finds it more difficult to displace the halogen X with its bonding electrons as X- from an aryl halide than from an alkyl halide. So -OH -OCH3 -Cn പോലുള്ള ഒരു ന്യൂക്ലിയോഫൈലിന് ഹാലോജനേക്കാൾ അതിൻ്റെ ബോണ്ടിങ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ഡിസ്പ്ലേസ് ആവുന്നത് ആൽക്കൈൽ ഹാലൈഡിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അടുത്തത് ഇൻസ്റ്റബിലിറ്റി ഓഫ് അരൈൽ കാറ്റയോൺ.
Aryl halides do not adopt the SN1 pathway because the formation of aryl cation, the carbocation, in which the positive charge is on a sp carbon is highly unstable. ഒരു എസ് പി കാർബണിൽ പോസിറ്റീവ് ചാർജുള്ള അരൈൽ കാറ്റയോണിൻ്റെ രൂപീകരണം അൺസ്റ്റേബിൾ ആയതിനാൽ അരൈൽ ഹാലൈഡ് SN1 പാത്വേ സ്വീകരിക്കുന്നില്ല. ദിസ് SP cation being more electronegative than sp2 carbon alkyl cations is more resistant to becoming positively charged. sp carbon alkyl cationൻ്റെ ഒരു sp2 കാർബണേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതിനാൽ പോസിറ്റീവ് ചാർജ് ആകുന്നതിന് കൂടുതൽ റെസിസ്റ്റൻ്റ് ഉണ്ട്, പ്രതിരോധമുണ്ട്. അവസാനത്തത് റിപ്പൾഷൻ ഓഫ് the nucleophile by pi electrons. Aryl halides do not adopt the SN2 pathway also because when the nucleophile approaches their halogen attached sp2 carbon for the backside attack, it is repelled by the pi electron cloud of the aromatic reactions. Some of the nucleophilic substitution reaction undergone by Aryl halides under drastic conditions are given below. എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ആക്ഷൻ വിത്ത് അക്വസ് ആൽക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോജൻ ബൈ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. വെൻ ഹീറ്റഡ് വിത്ത് 6 to 8% aqueous NaOH at 300 degrees Celsius under pressure of 300 atm, Aryl halides yield the corresponding sodium phenoxide, which upon acidification yield the corresponding phenols. അതൊക്കെയാണ് ക്ലോറോബെൻസീനും 2NaOH അത് 300 ഡിഗ്രി സെൽഷ്യസിലും 300 atm ചൂടാക്കുമ്പോൾ സോഡിയം ഫിനോക്സൈഡ് പിന്നെ ഡൈല്യൂട്ട് HCl കടത്തി വിടുമ്പോൾ നമുക്ക് ഫിനോൾ പ്രൊഡക്റ്റായിട്ട് ലഭിക്കും. അടുത്തത് ആക്ഷൻ വിത്ത് അക്വസ് അമോണിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോജൻ ബൈ അമിനോ ഗ്രൂപ്പ്. വെൻ ഹീറ്റഡ് വിത്ത് aqueous ammonia solution at 200 degrees Celsius under a pressure of 60 atm in the presence of cuprous oxide, aryl halides yield the corresponding aryl amine. അതിൻ്റെ എക്സാമ്പിൾ ക്ലോറോബെൻസീന് പ്ലസ് 2NH3 പ്ലസ് Cu2O അത് 200 ഡിഗ്രി സെൽഷ്യസിലും 60 atmലും അത് ചൂടാക്കുമ്പോൾ എന്താണ് അനിലിനും CuClലും H2O ആണ് കിട്ടുക. മൂന്നാമത്തത് ആക്ഷൻ വിത്ത് കുപ്രസ് സയനൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാലോജൻ ബൈ സയനോ ഗ്രൂപ്പ്. വെൻ ഹീറ്റഡ് വിത്ത് കുപ്രസ് സയനൈഡ് അറ്റ് 200 Celsius in the presence of pyridine or phenolene, aryl halides yield the corresponding aryl cyanide. ഇതിൻ്റെ റിയാക്ഷൻ നോക്കുമ്പോൾ ബ്രോമോബെൻസീനും CuCnനും അത് 200 ഡിഗ്രി സെൽഷ്യസിൽ പിരിഡിൻ്റെ റിയാക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ഫിനൈൽ സയനൈഡും CuBr ആണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ലൈക്ക് NO2, Cn, COR, SO3H, COH or CHO at positions ortho or para to the halogen in aryl halides greatly facilitates nucleophilic substitution. NO2, Cn, COR, SO3H, COH എന്ന പോലുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സിൻ്റെ പ്രസൻസ് അരൈൽ ഹാലൈഡുകളിലെ ഹാലോജനിലേക്ക് ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എ കമ്പാരിസൺ ഓഫ് ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ ഫോളോവിങ് റിയാക്ഷൻസ് ഷോസ് how the SN-AR reactivities of aryl halides increase with the increasing number of such groups present. ക്ലോറോബെൻസീൻ ഉണ്ട്, അതുപോലെ 4-nitrochlorobenzene ഉണ്ട്, 2,4-dinitrophlorobenzene ഉണ്ട്, 2,4,6-dinitrophlorobenzene ഉണ്ട്. അതിൽ ക്ലോറോബെൻസീനിൽ 6 to 8% NaOH ഡയലൂട്ട് HCl ആണ് ഇത് ചെയ്യുന്നത്. അത് 300 ഡിഗ്രി സെൽഷ്യസിലും 300 atmലും ആണ് റിയാക്ട് ചെയ്യുമ്പോൾ
ക്ലോറോബെൻസീന് ഫിനോളാവും. അതേപോലെ തന്നെ 4-നൈട്രോക്ലോറോബെൻസീന് 50% ഓഫ് NaOHലും ഡൈലൂട്ട് HClലും 150 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ എന്താണ് 2-നൈട്രോഫിനോൾ കിട്ടും. അതേപോലെ തന്നെ 2,4-ഡൈനൈട്രോക്ലോറോബെൻസീന് അക്വ സൊല്യൂഷനിൽ Na2CO3 അതിൻ്റെ സൊല്യൂഷനിൽ 130 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കാം. അതിൻ്റെ കൂടെ ഡൈലൂട്ട് HClലും വേണം. അപ്പോൾ 2,4-ഡൈനൈട്രോഫിനോൾ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ അവസാനത്തത് 2,4,6-ഡൈനൈട്രോക്ലോറോബെൻസീനും ഇതേപോലെ തന്നെ H2O വാമായിട്ടുള്ള H2Oയിൽ റിയാക്ട് ചെയ്യുമ്പോൾ 2,4,6-ഡൈനൈട്രോഫിനോൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ in words, the relativity of the above nitrochlorobenzenes towards nucleophilic substitution is seen to be 2,4,6-dinitrochlorobenzene greater than 2,4-dinitrochlorobenzene greater than 4-nitrochlorobenzene greater than chlorobenzene. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. താങ്ക് യു.